ഹായ്, വെൽക്കം ബാക്ക് ടു നോളജ് വ്ലോഗർ. എൻ്റെ പേര് സ്റ്റെഫി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സസൈസ് 7.2 ഫുള്ള് കംപ്ലീറ്റ് ചെയ്തായിരുന്നു അല്ലേ? ഇനി നമ്മൾ അടുത്തൊരു സെക്ഷനിലോട്ടാണ് കിടക്കുന്നത്. ഇവിടെ നമ്മൾ ഇൻ്റഗ്രൻറ്റിനകത്ത് ഏതെങ്കിലും ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ഐഡൻറ്റിറ്റീസിലോട്ട് നമ്മളത് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ, എനിക്ക് ഇൻ്റഗ്രൽ ഓഫ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് ഇതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ഇതിനെ എന്തായാലും നമുക്കറിയാവുന്ന ഒരു ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്യണം അല്ലേ? നമുക്കല്ലാതെ ഇൻ്റഗ്രൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നോക്കിക്കേ, നമുക്കറിയാം കോസ് 2x എന്ന് പറയുന്നത് എന്താ കോസ് 2x? 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 ആണ് അല്ലേ? 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 ആണ്. ഇവിടുന്ന് എനിക്ക് കോസ് സ്ക്വയർ എക്സ് ഞാൻ കണ്ടുപിടിക്കുക. എന്താണ് വരുന്നത്? ഈ -1 അപ്പുറത്ത് പോകുമ്പോൾ +1 ആവും. സോ കോസ് 2x + 1, 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്, ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും. ഓക്കെ, സോ ഞാൻ ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. ഇവിടെ കോസ് 2x + 1/2 dx. ഓക്കെ, ഇങ്ങനെയായിട്ട് നമ്മുടെ ഇൻ്റഗ്രൻ്റ് ഇങ്ങനെയായി മാറിയേക്കാണ്. നമുക്കിനി എന്ത് ചെയ്യാം? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1/2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ പുറത്തെടുത്തു. cos 2x dx plus integral of 1 dx. ഇങ്ങനെ ഓക്കെ ആണല്ലോ. സോ ഇനി എന്താണ് കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ? നമുക്കറിയാം എന്താ? സൈൻ എക്സ്. അപ്പോൾ കോസ് എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ 2x ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് വരും നോക്കിക്കേ, 1/2 സൈൻ 2x. കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള 2നെ ഇവിടെ ഡിവൈഡ് ചെയ്യണം. പ്ലസ് എക്സ്, 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് സി. ഓക്കെ, സോ ഇനി അകത്തോട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണേ. സോ സൈൻ 2x/4 പ്ലസ് x/2 പ്ലസ് സി. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, വേറൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് ചെയ്താലോ. ഇൻ്റഗ്രൽ ഓഫ് സൈൻ 2x കോസ് 2x dx. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ ഓഫ് സൈൻ 2x കോസ് 2x. നമ്മളൊരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട്. എന്താണ് സൈൻ എക്സ് കോസ് വൈ എന്ന് പറയുന്നത്? ഓർമ്മയുണ്ടോ? 1/2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ എക്സ് ആരാണ്? 2x ആണ്. വൈ ആരാണ്? സോറി, ഇവിടെ 3x ആണ്. ഓക്കെ, കോസ് വൈ ആരാണ്? 3x ആണ്. സോ ഇൻ്റഗ്രൽ ഓഫ് ഞാൻ ചേഞ്ച് ചെയ്യാണ്. സോ 1/2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് വൈ. എക്സ് ഈസ് 2x and y is 3x. So 2x plus 3x plus sine 2x minus 3x. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്കിപ്പോൾ വന്നത്. 1/2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തെടുത്തു. ഇൻ്റഗ്രൽ ഓഫ് സൈൻ 2x plus 3x സൈൻ 5x പ്ലസ് സൈൻ 2x minus 3x. 2x minus 3x എന്ന് പറഞ്ഞാൽ -x വരും അല്ലേ? അതായത് നമുക്ക് സൈൻ -x എന്ന് വരും അല്ലേ? ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കറിയാം എന്താണ് കോസ് ഓഫ് -x എന്ന് പറഞ്ഞാൽ കോസ് എക്സ് തന്നെ ആണല്ലോ. സൈൻ ഓഫ് -x എന്ന് പറഞ്ഞാൽ എന്താ? -sin x ആണല്ലേ. സോ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ഇൻ്റഗ്രൽ ഓഫ് സൈൻ 5x dx മൈനസ് ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് dx. ഓക്കെ, ഇനി നമുക്കിതിനെ സെപ്പറേറ്റ് ഇൻ്റഗ്രൽ കാണാം. സൈൻ 5x എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് 5x/5 ചെയിൻ റൂൾ അല്ലേ? സോ സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ? മൈനസ് കോസ് എക്സാ. സോ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് കോസ് എക്സ് പ്ലസ് സി. ഈ 1/2 ഇവർക്ക് 2 പേർക്കും കോമൺ ആണ്.
ഓക്കെ. അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് വരും? മൈനസ് കോസ് 5x ബൈ 10 പ്ലസ് കോസ് എക്സ് ബൈ 2 പ്ലസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പം ബാക്കി എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ബൈ.